ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യൽ കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. സൗണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമായിരിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പം നമുക്ക് കാന്താരി ചതച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പം ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യം പോലെ വിതറി കൊടുക്കുക. നിങ്ങളുടെ എരിവിന് ആവശ്യമായതാണേ. കൂടുതൽ വാരിയിട്ടിട്ട് എരിവ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വരരുത്. അപ്പം ആവശ്യം പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല നാടൻ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് മറന്നു പോകരുത്, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് 10-15 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ വാ, നമ്മുടെ കാന്താരി കുരുമുളക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റായിട്ടാണ് ഫീഡ്ബാക്ക് അറിയിക്കുക. വെറുതെ ഇരുന്ന് കഴിക്കാനും കൊള്ളാടോ. അപ്പം കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.